കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ചില്ലിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒരു സ്പെഷ്യൽ ചിക്കൻ ചില്ലിയാണ് ഇത്. നമ്മളിതിന് പ്രത്യേക ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടക്കും നെയ്ച്ചോറിനും ഒക്കെ കൂടെ ഇത് നല്ല പേരാണ്. ഇതുണ്ടെങ്കിൽ വേറെ പ്രത്യേകം കറീൻ്റെ ആവശ്യമില്ല. ഇതിലുള്ള ആ മസാലക്കൂട്ട് തന്നെ മതിയാവും. അപ്പൊ ഞാനിത് അവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ചിക്കൻ എടുക്കാട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് ഇത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകും സാദാ മുളകും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മൈദാ മാവ് അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 1 ടീസ്പൂണും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സുർക്ക ഉണ്ടെങ്കിൽ ടീസ്പൂണ് സുർക്ക ഒഴിച്ചു കൊടുത്താലും മതി. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക, നമ്മുടെ മസാലയൊക്കെ ഒന്നതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കോട്ടിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവോള, ഒരു ക്യാരറ്റ് ഇത്ര എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ മുഴുവനായിട്ടും പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതേ ചട്ടിയിലേക്ക് ആ പൊരിച്ച ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന 1/4 കപ്പ് തേങ്ങയില്ലേ അത് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. അത് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ഡ്രൈ ആയി വരട്ടെ. ഈ ഒരു രീതിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ നല്ല നേരിയതായിട്ടൊന്നും അരിയണ്ട. നമ്മളല്ലാത്ത ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞെടുക്കില്ല, കുറച്ചൊരു കട്ടിക്ക് അങ്ങനെ വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് വാടണം എന്നൊന്നുമില്ല. എന്നിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ മസാലക്ക് ആവശ്യമായിട്ടുള്ള. എന്നിട്ട് ഇതാ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസില്ലേ അതും ഒരു ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചില്ലി സോസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്താൽ നല്ലതായിരിക്കും. ഞാനിത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മുടെ ഗ്രേവി ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളകും അതുപോലെ കറിവേപ്പിലയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഈ സമയത്ത് എന്തായാലും ചേർക്കണേ, നല്ലൊരു രുചിയാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ചില്ലി റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ ചിക്കന് പല രീതിയിലും ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. എങ്ങനെ ചെയ്താലും ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഗ്രേവി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ കറിയുടെ ആവശ്യമില്ല. ചപ്പാത്തിക്ക് പൊറോട്ടൻ്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ ഈ ഒരു ഗ്രേവി കൂട്ടി ഇങ്ങനെ കഴിച്ചാൽ മതി. ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ആ കോട്ടിംഗ് ഇല്ലേ, ആ നമ്മൾ അതിലിട്ട ആ ക്യാരറ്റും സവോളയും അതുപോലെ തേങ്ങ വറുത്തതും അതെല്ലാം ഈ ഒരു ഇതിൽ പിടിച്ചിട്ട് ചിക്കനിൽ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. അത് മാത്രം കൂട്ടി കഴിച്ചാൽ മതി. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു തവണ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.